Okay, good morning friends. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട് ആണ് നോക്കുന്നത്. ഫൈനൽ അക്കൗണ്ടിൽ നമ്മൾ രണ്ട് അക്കൗണ്ട് പഠിച്ചു, ട്രേഡിംഗ് അക്കൗണ്ടും പഠിച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റ്. ഈ മൂന്ന് സാധനങ്ങൾ വന്നാലേ ഒരു ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആണോ നോക്കാൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് വൺ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഷോസ് എ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ട്രേഡർ ഓൺ എ സർട്ടൻ ഡേറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. Single transaction will make a difference to some one of the assets or liability. The balance sheet will be true only at a particular point of time. This is why it is prepared to close the trading period and does not represent the entire accounting period. Balance sheet has two sides. Okay, balance sheet അപ്പോൾ എന്താണ് balance sheet എന്ന് പറഞ്ഞാൽ it is a statement ആണ്. It is prepared to check the financial position of a business. ഓക്കെ, അപ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിന് എന്താണ് രണ്ട് സൈഡായിരിക്കും ഉണ്ടാവുക. ഡെബിറ്റ് സൈഡിൽ എന്തായിരിക്കും വരുന്നത്? ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സൈഡല്ല ഉണ്ടാവുക, രണ്ട് സൈഡാണ് ഉണ്ടാവുക, അസറ്റ് ആൻഡ് ലയബിലിറ്റി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റി ആയിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ഐറ്റംസ് ഉണ്ടാവും, അതേപോലെ പെർമനൻസ് ഐറ്റംസും ഉണ്ടാവും. ഓക്കെ, ലിക്വിഡിറ്റി ഐറ്റംസ് പറഞ്ഞാൽ എന്താ? ഏതൊക്കെയാണ് വരിക? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, മെഷീനറി, ഫർണിച്ചർ, ബിൽഡിംഗ്, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ഗുഡ് വില്ല്. ഇത്രയും ഐറ്റംസ് ആയിരിക്കും എന്തെടുക്കാം? ലിക്വിഡിറ്റി ഐറ്റം. അതായത് പെട്ടെന്ന് നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഐറ്റംസ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവുക? പെർമനൻ്റ് ഐറ്റംസ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ്? ഗുഡ് വില്ല്. ഗുഡ് വില്ലൊന്നും നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാനായിട്ട് പറ്റില്ലല്ലോ. ഗുഡ് വില്ല്, കോപ്പിറൈറ്റ്സ്, പാറ്റൻറ്റ്, ബിൽഡിങ്, ഫർണിച്ചർ, മെഷീനറി, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ബിൽസ് റിസീവർ, സൺട്രി ലെറ്റേഴ്സ്. ഓക്കെ, ലിക്വിഡിറ്റി ഐറ്റംസും പെർമനൻസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ ലിക്വിഡിറ്റി ഫോർമാറ്റിലും പ്രിപ്പയർ ചെയ്യാം, പെർമനൻസ് ഫോർമാറ്റിലും പ്രിപ്പയർ ചെയ്യാം. അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതായത് പെട്ടെന്ന് ലിക്വിഡിറ്റി ആക്കാൻ പറ്റുന്ന ഐറ്റംസ് മുകളിൽ എഴുതിയിട്ട് താഴെ കുറച്ച് അതിൻ്റെ ഇത്. പെർമനൻസ് ഐറ്റംസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അധികം ഈ ഫോർമാറ്റിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. മറ്റേ രീതിയാകുമ്പോൾ ഇതിൻ്റെ നേരെ ഉൾട്ടിയായിരിക്കും. ഓക്കെ, ആദ്യം ഏറ്റവും ടഫായിട്ട് അസറ്റ് ഏതൊക്കെയാണ് അത് ലാസ്റ്റിലേക്ക് ലിക്വിഡിറ്റി ഐറ്റംസ് ആയിട്ട്. അപ്പോൾ അത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്താണ് ഉണ്ടാവുക? ലയബിലിറ്റി ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? അസറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അതൊരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കാം. ദെൻ നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കാണ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സം ഗുഡ്സ് റിമൈൻ അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ വിച്ച് ആർ കോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് എൻഡ് ഓഫ് ദ ഇയറിൽ ചില ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടാവില്ല, സെയിൽ ചെയ്യാതെ തന്നെ നമ്മൾ ബിസിനസ്സിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് വരിക എന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് അല്ലേ? നമ്മൾ എവിടെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? നമ്മൾ പഠിച്ചല്ലോ, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡ്, അതായത് ടു ക്രെഡിറ്റ്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക.
അപ്പം എഴുതുന്നത്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എൻട്രി എന്താണെന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് എവിടെയാണ് കാണിക്കുക? ട്രയൽ ബാലൻസിൽ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ എവിടെ കാണിക്കുന്നു? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ആണ് പഠിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എൻട്രി വരെ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലുമാണ് കാണിക്കുക. മറന്ന് വിട്ടു പോകരുത്, ഇത് സൈഡുകൾ മാറിപ്പോരുത്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. അപ്പം അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ നോക്കിയത്. രണ്ടാമത്തത് ഫസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ നോക്കിയത്. രണ്ടാമത്തതാണ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നത് എങ്ങനെയാണ് കേട്ടോ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് പിടിച്ചു. ബാലൻസ് ഷീറ്റ് നമുക്ക് എങ്ങനെയൊക്കെ ലിക്വിഡിറ്റി ഫോർമാറ്റിലും പെർമനൻറ്റ് ഫോർമാറ്റിലും പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. ലിക്വിഡിറ്റി ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഐറ്റംസിന് ഈ ഒരു ഓർഡറിലും, പെർമനൻസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നേരെ റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഓരോ ഓർഡർ പഠിച്ചാൽ മതി. ലിക്വിഡിറ്റി ഫോർമാറ്റിലായിരിക്കും മോസ്റ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബാലൻസ് ഷീറ്റിൽ വരുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിന് എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്, അത് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും കാണിക്കുന്നു. രണ്ടാമത്തത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. Expenses which have been incurred and are due for payment but have not yet been paid during the accounting period is called outstanding expense. Outstanding expense എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് ഉണ്ടായിരിക്കും, അത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഡ്യൂ ആയിട്ടുണ്ടാവും. ഓക്കെ, ആ അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ടാവും. പേയ്മെൻറ്റ് ചെയ്യാത്ത എക്സ്പെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ എൻട്രി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ കൺസേൺഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ റെൻ്റ് ആണെങ്കിൽ റെൻറ്റ്. ഓക്കെ, ഏത് എക്സ്പെൻസ് ആണോ ഡ്യൂ ആയത്, ഔട്ട്സ്റ്റാൻഡിങ് ആയത്, അതാണ് കൺസേൺഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. കൺസേൺഡ് എക്സ്പെൻസ് അതായത് റെൻ്റ് ആണെങ്കിൽ റെൻ്റ് അക്കൗണ്ട് ടു, സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് ടു, അതാണ് പറയുന്നത് കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അതായത് റെൻ്റ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി, സാലറി അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അങ്ങനെ വരുന്നതാണ്. ഓക്കെ, അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എവിടെയാണ് കാണിക്കുക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെയാണ് കാണിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വിൽ ബി ഡെബിറ്റഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എവിടെയാണ് കാണിക്കുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലുമാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കാണിക്കുക. ഓക്കെ, ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും അങ്ങനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? ക്ലോസിംഗ് സ്റ്റോക്കും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരിക? പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും എഴുതുന്നു. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് എങ്ങനെ? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പൈസ കൊടുത്തു. ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് നമ്മൾ നൽകാനുള്ള പൈസ നൽകാതിരിക്കുന്നത്.
പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി അടയ്ക്കുന്ന പൈസ. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് എക്സ്പെൻസ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഏതാണോ എക്സ്പെൻസ് വരുന്നത് അതിൻ്റെ ഡെബിറ്റ് സൈഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് അതെന്ത് ചെയ്യും, മൈനസ് ചെയ്യുന്നു. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ നിന്ന് കൺസേൺഡ് എക്സ്പെൻസ് ഏതാണോ എന്ന് വെച്ചാൽ അതിൽ നിന്ന് അതെന്ത് ചെയ്യും, മൈനസ് ചെയ്യാണ് ചെയ്യുക. ദെൻ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ എവിടെ കാണിക്കുന്നു, അസറ്റ് സൈഡിൽ കാണിക്കുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റി സൈഡിലാണെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലേ? ഇപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണെങ്കിൽ, പ്രീപെയ്ഡ് സാലറി, പ്രീപെയ്ഡ് റെൻ്റ് ഒക്കെ ആണെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലായിരിക്കുമല്ലോ നമ്മൾ എക്സ്പെൻസ് ഉണ്ടാവുക, അതിൽ നിന്ന് അത് ലെസ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അത് കാണിക്കുന്നു. നാലാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്, എക്സ്പെൻസ് ആണ് പഠിച്ചത്. അപ്പോൾ ഇൻകം എന്തായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അതായത് ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ്, ഒന്നെങ്കിൽ അക്രൂഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം. മറ്റേത് എക്സ്പെൻസ് അല്ലേ, അപ്പോൾ ഇത് ഇൻകം ആയിരിക്കും. അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം ആയിരിക്കും വരിക. അപ്പോൾ എക്സ്പെൻസ് ആകുമ്പോൾ എവിടെയാണ് കാണിച്ചത്, ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ. ഇൻകം ആകുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്, നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഏതാണോ ഇൻകം അതിനോടുകൂടി അത് ആഡ് ചെയ്യുകയായി ചെയ്യാം. ഓക്കെ, ഏതാണ് അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സ്പെസിഫിക് ഇൻകം ഏതാണോ അതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അത് ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കുന്നു, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ഇത് നിങ്ങൾ അതുപോലെ പഠിച്ചു വെക്കണം. പിന്നെ പ്രോബ്ലം ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചാലേ നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അഞ്ചാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് പഠിച്ചു, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പഠിച്ചു, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് പഠിച്ചു, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം പഠിച്ചു. ഇനി അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ, ഓക്കെ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക, ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു, ഏത് ഇൻകം ആണോ അത് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അങ്ങനെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരിക, ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഇൻകം, ഇറ്റ് ഈസ് ഷോൺ ആസ് ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല ഇൻകം ഉണ്ടാവുക, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, ലെസ് ചെയ്യുന്നു, ഡിഡക്റ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഏത് സ്പെസിഫിക് ഇൻകം ഏതാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ലെസ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എവിടെ കാണിക്കുന്നു, ലയബിലിറ്റി സൈഡിലും കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ 5 അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പം നോക്കി നമ്മൾ. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയായിരുന്നു, ഫസ്റ്റ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കി, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നോക്കി, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ദെൻ അക്രൂഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അതേപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് മനസ്സിലായില്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകത്തിന് നിന്ന് നമ്മളത് ലെസ് ചെയ്യുന്നു, ദെൻ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ആവുന്ന സമയത്ത് അത് നമുക്ക് കിട്ടിയിട്ടില്ല, അപ്പം നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യണം. ഇത് അഡ്വാൻസ് കിട്ടിയതാണ്, അപ്പോൾ നമ്മളത് ലെസ് ചെയ്യുന്നു. ഇത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നു.